നിരീക്ഷകൻ രാഹുൽ ഈശ്വർ കൂടി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. രാഹുൽ എങ്ങനെയാണ് ഈ അറസ്റ്റിനെ കാണുന്നത്? വളരെ സ്വാഗതം ചെയ്യുന്നു. വാസു സാറിനെ 10-20 വർഷമായിട്ടെങ്കിലും അറിയാം. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് എന്തെങ്കിലും വെച്ചിട്ടല്ല പറയുന്നത്. പക്ഷേ അയ്യപ്പന്റെ സ്വർണം കട്ട ആരെയും അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്ന ആരെയും ഒരു കാരണവശാലും വെറുതെ വിടരുത്. ഒന്ന് ആലോചിച്ച് നോക്കുക. വാസു സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ വളരെ അടുത്ത ആളാണ്. ശബരിമല സുപ്രീം കോടതി കേസ് അട്ടിമറിക്കാൻ ശ്രീ വാസുവിനെയാണ് ശ്രീ പിണറായി വിജയൻ അവർ നേരിട്ട് ഡൽഹിയിലോട്ട് അയച്ചത്. അന്ന് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ സാറിനെ മറികടന്ന് അഫിഡവിറ്റിൽ എഴുതാത്ത കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ വാദിക്കാൻ അവിടുത്തെ അഡ്വക്കേറ്റിനോട് പറയാൻ വാസാറിനെ വിട്ടത്. എനിക്കറിയാം, ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ അവസരത്തിലുണ്ട്. അപ്പോ അത്രമാത്രം പിണറായി വിജയൻ സഖാവിനോട് അടുപ്പമുള്ള പരിചയമുള്ള ഒരു വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് സ്വാഗതാർഹമാണ്. ഇദ്ദേഹത്തിൽ മാത്രമാണോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമോ തുടങ്ങിയ വളരെ സുപ്രധാനമായ കാര്യങ്ങളിലേക്ക് ഇത് പോകേണ്ടിയിരിക്കുന്നു. ഒറ്റ കാര്യം മാത്രം മാധ്യമങ്ങൾ ഓർക്കുക. ഈ വിഷയത്തിൽ ഹീറോ ഹൈക്കോടതിയാണ്, രണ്ടാമത്തെ ഹീറോ മാധ്യമങ്ങളാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങളോട് പറയുന്നത് ഈ കൊള്ള ഒരു പോളിസി ഡിസിഷനാണ്. അതായത് ശബരിമല അയ്യപ്പന്റെ സ്വർണം കക്കുക എന്നുള്ളത് നയപരമായ ഒരു തീരുമാനമായിരുന്നു. നയപരമായ തീരുമാനമാണെന്ന് പറയാൻ കാരണം സ്വർണം ക്ലാഡിംഗ്, തനി തങ്കം 24 കാരറ്റ് തങ്കം ക്ലാഡ് ചെയ്തത് എടുത്തു മാറ്റി സ്വർണം പൂശിയാൽ മതി എന്നൊരു പോളിസി ഡിസിഷനിലേക്ക് ദേവസ്വം ബോർഡ് എത്തി. ആ പോളിസി ഡിസിഷൻ ക്യാരി ഔട്ട് ചെയ്യാനാണ് ഒരു പ്യൂണായ ഉണ്ണികൃഷ്ണനെയും അതേപോലെ ഈ കൈയായ മുരാരി ബാബുവിനെയൊക്കെ ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ വാസു സാറിനെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി എത്രമാത്രം ആഴത്തിലാണ് ഈ കോൺസ്പിറസി അഥവാ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതിന്റെ ശക്തവും വ്യക്തവുമായ തെളിവുകളാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹമായിരിക്കും. ഭാരതകേസരി മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ഒക്കെ ഇരുന്ന കസേരയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നീട് കേരള മുഖ്യമന്ത്രിമാര് വരെ ആയ ശ്രീ ആർ ശങ്കറും NSSന്റെ സ്ഥാപകനും യുഗപ്രഭാവനുമായ മന്നത്താചാര്യനൊക്കെ ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന് എന്തുമാത്രം നാണക്കേടാ. പക്ഷേ നാണക്കേടല്ല ഇപ്പോഴത്തെ വിഷയം. അയ്യപ്പന്റെ സ്വർണം ആര് കട്ടു അവർ അറസ്റ്റ് ചെയ്യപ്പെടണം. 100% ഇതിലെ ഇതിൽ എന്ത് പങ്ക് വഹിച്ചിട്ടുള്ള എല്ലാരെയും അറസ്റ്റ് ചെയ്യണം. ഹൈക്കോടതിയിൽ വലിയ വിശ്വാസം രേഖപ്പെടുത്തുന്നു, ആശ്വാസം രേഖപ്പെടുത്തുന്നു. ഹൈക്കോടതിയാണ് ഈ വിഷയത്തിലെ ഹീറോ. നിലവിലെ അന്വേഷണ പുരോഗതി വെച്ച് അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്ന ആ ഒരു രീതി വെച്ച് തീർച്ചയായും കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്കൊക്കെ ഈ വിഷയം എത്തുമെന്ന് തോന്നുന്നുണ്ടോ രാഹുലിന്? ഉദ്യോഗസ്ഥർ മാത്രമല്ല, യഥാർത്ഥത്തിൽ എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. ദേവസ്വം ബോർഡിലേക്ക് ഇത് എത്തണം. അതായത് അന്നിരുന്ന ദേവസ്വം ബോർഡ് കാര്യം എന്താ അറിയാമോ മാഡം, ഇല്ലാതെ എങ്ങനെ ചെയ്യൂത്? അതായത് താങ്കളോ ഞാനോ അധികാര സ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ താഴെയുള്ള ശബരിമല ദേവസ്വം ബോർഡിന്റെ ഒരു ഭാഗമായിട്ടുള്ളത് സ്വർണ്ണപ്പാളികൾ, ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയാൽ നമ്മൾ അറിയാതിരിക്കൂ. അത് മാഡത്തിന്റെ എന്റെയും വീട്ടിൽ നിന്ന് 10 പവൻ സ്വർണം പണിക്കെടുത്തുകൊണ്ട് പോയി. 39 ദിവസം കഴിഞ്ഞും പണിക്കാരന്റെ വീട്ടിലെത്തിയിട്ടില്ല. ഓർക്കുക, 39 ദിവസം. ജൂലൈ 19-20 സ്വർണം ശബരിമലയാക്കി എടുക്കുന്നത്. അത് പണിക്കാരന്റെ കിട്ടുന്നത് ഏകദേശം ഓഗസ്റ്റ് 29. 39 ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പോയി നമ്മൾ വിളിച്ചു ചോദിക്കൂലേ? ദേവസ്വം ബോർഡുകാർ എന്താ വിളിച്ചു ചോദിക്കാത്തെന്ന് അറിയാവോ? ദേവസ്വം ബോർഡുകാർ അറിഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, വെറും ഉണ്ണികൃഷ്ണന് കമ്മീഷൻ കിട്ടാനും ബാക്കിയുള്ള കാര്യങ്ങൾ നേടാനുമുള്ള അവസരം, അതോടൊപ്പം ഒരു ഫേക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കാനുള്ള അവസരം, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വേദനയുടെയും ഓരോ വാക്കിനും ഉത്തരവാദിത്വത്തോടുകൂടെ പറയട്ടെ, ശബരിമലയിൽ ഇപ്പൊ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഫേക്കാണ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ശബരിമല ഇപ്പൊ ഇരിക്കുന്ന വാതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വിജയമല്യ ഉണ്ടാക്കിയ തനി തങ്കത്തിൽ 24 കാരറ്റ് സ്വർണത്തിൽ ഉണ്ടാക്കിയ ഒറിജിനൽ സാധനം നമ്മുടെ ഇല്ല. അത് പലർക്കുമായിട്ട് ഇവർ മുറിച്ച് വിറ്റ് കാണണം. അല്ലാതെ വേറെ എന്താ വഴി? ഈ മുറിച്ച് വിറ്റ് കാണണം. അപ്പൊ അതും കൂടി കണ്ടെത്തണം. ആ പോയ സാധനങ്ങൾ തിരിച്ചെടുക്കണം. ഇവരെ എല്ലാം അതിശക്തമായ രീതിയിൽ പ്രോസിക്യൂട്ട് ചെയ്യണം. അമ്പലത്തിലാകട്ടെ, പള്ളിയിലാകട്ടെ, മോസ്കിലാകട്ടെ, ചർച്ചിലാകട്ടെ ഇങ്ങനൊരു കൊള്ള നടക്കാൻ നമ്മൾ അനുവദിക്കരുത്. കോടിക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിശക്തമായ നടപടി വേണം. ഹൈക്കോടതി രാഹുൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു ഈ ഒരു അറസ്റ്റ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ നോക്കുകയാണെങ്കിൽ പലർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ഈ ദേവസ്വം ബോർഡിലേക്ക് വന്നാൽ നമുക്കറിയാം, വർഷങ്ങളായി ഇപ്പോൾ കഴിഞ്ഞ ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സംഭവത്തിൽ 2018 ദേവസ്വം ബോർഡ് 8ാം പ്രതിയായി SIT FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുന്നു, അറസ്റ്റുകൾ നീളുന്നു എന്ന് പറയുമ്പോഴും സർക്കാർ അക്കൗണ്ടബിൾ അല്ലേ ഈ വിഷയത്തിൽ? തീർച്ചയായിട്ടും സംശയമുണ്ടോ? ദേവസ്വം ബോർഡ് ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്.
അതായത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഗവൺമെന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. CPM വരികയാണെങ്കിൽ CPM ആയിരിക്കും ബോർഡ് മെമ്പർ അല്ലെങ്കിൽ ഹെഡ്. CPI കാണും, അതോടൊപ്പം പിന്നോക്ക വിഭാഗത്തിന്റെ റെപ്രസെന്റേഷനോ അവരുടെ ഏതെങ്കിലും ഘടകകക്ഷിയുടെ റെപ്രസെന്റേഷനോ ഒരു സാമുദായിക റെപ്രസെന്റേഷനും ഉണ്ട്. മിക്കവാറും വാസു സാർ വരുന്നത് വരെ നായർ സമുദായാംഗം പ്രസിഡന്റ് ആയിരിക്കും, മെമ്പർ ഈഴവയായിരിക്കും, പിന്നോക്ക സ്ത്രീയോ പിന്നോക്കയോ ആയിരിക്കും അതിന്റെ മൂന്നാമത്തെ റെപ്രസെന്റേഷൻ. സുധാകരൻ സാറാണ്, നല്ല ബില്ലാണ് അത് കൊണ്ടുവന്നത്, പ്രത്യേകിച്ച് പിന്നോക്ക സ്ത്രീ റെപ്രസെന്റേഷൻ ഉറപ്പാക്കിയ നല്ല കാര്യമാണ്. ഇതാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ സാമുദായിക ഘടന. അപ്പോ ദേവസ്വം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്, അതുകൊണ്ട് തന്നെ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഈ ഘട്ടത്തിൽ സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് കൊള്ള നടന്നതെന്നൊന്നും പറയുന്നില്ല, കാരണം നമ്മൾക്ക് അതിന്റെ തെളിവുകൾ കിട്ടിയിട്ടില്ല. ഈ ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത് ദേവസ്വം ബോർഡിന്റെ ഏറ്റവും അപ്പർ എക്ലിയോൺസിനടക്കം ഇതിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് എക്സ്പ്ലിസിറ്റ്ലി ഹൈക്കോടതിയുടെ വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ എന്തിനാ പറയാതിരിക്കുന്നത്? അതെ, വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ.